ഈ വീരസിംഹാവലോകനം എന്ന കൃതിയിൽ വൈദ്യപ്രഭുരായുഷ, വൈദ്യൻ വളരെ നിസ്സാരനായ ഒരു ജീവിയാണ്. വൈദ്യന് ഇതിലൊക്കെ സാമാന്യമായ അറിവേ ഉള്ളൂ. അതുകൊണ്ട് ഈ വൈദ്യനായ ഞാൻ ഈ എഴുതുന്ന കൃതി താൽക്കാലികമായ ഒരു പരിഹാരത്തിന് മാത്രമേ ഉതകൂ എന്ന് ധ്വനിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം, അദ്ദേഹത്തിൻ്റെ ഒരു മഹാജ്ഞാനം, അദ്ദേഹത്തിൻ്റെ ജ്ഞാനപൂർണതയിൽ വീരസിംഹൻ്റെ അവലോകനമായതുകൊണ്ടാണ് അതിന് വീരസിംഹാവലോകനം എന്ന് പേര് വന്നത്. ഗ്രന്ഥകർത്താവിൻ്റെ പേരാണ് വീരസിംഹൻ. ഈ നിസ്സാര ജീവിയായ വീരസിംഹനായ ഞാൻ ആദ്യം തന്നെ എൻ്റെ അറിവില്ലായ്മ സമ്മതിക്കുന്നു. ആ അറിവില്ലായ്മയുടെ പ്രഖ്യാപനമാണ് എന്ത്? വൈദ്യപ്രഭുരായുഷ, ആയുസിൻ്റെ ജീവിതത്തിൻ്റെ പ്രഭുവല്ല വൈദ്യൻ എന്നുള്ളത്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് താൽക്കാലികമായ പരിഹാരമുണ്ട്, താൽക്കാലികമായി പരിഹരിക്കുകയും ചെയ്യാം. ഒരു പരിധിവരെ നമുക്ക് അത് നിറവേറ്റുകയുമാവാം. പക്ഷേ ജന്മസിദ്ധമായി തന്നെ പ്രതിഭ കിട്ടിയിരിക്കണം, എങ്കിലേ എന്ത് ശരിയാവൂ? വിദ്യാഭ്യാസം ശരിയാവും. അത് ജന്മസിദ്ധമായ പ്രതിഭയുള്ള ആളായിരുന്നു ആര്? അർജുനൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഗുരു പറഞ്ഞു കൊടുക്കുമ്പോൾ അടുത്ത് പറയാൻ പോകുന്നത് എന്താണ് എന്ന് ഊഹിക്കത്തക്ക വിധത്തിൽ അർജുനന് പ്രജ്ഞാപരമായ ഔന്നത്യം ഉണ്ടായിരുന്നു. അങ്ങനെ സാധിക്കുന്നതാണ്. ഒരു ഗ്രന്ഥത്തിൻ്റെ ആദ്യം വായിച്ചു നോക്കിയാൽ, അതിൻ്റെ അവതാരിക വായിച്ചു നോക്കിയാൽ അതിലെന്തെല്ലാം നല്ലപോലെ അവതാരിക എഴുതിയതാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ മുഖവരയിൽ നല്ലപോലെ എഴുതിയ ശാസ്ത്രീയമായി എഴുതിയ മുഖവരയാണെങ്കിൽ ആ മുഖവര വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതേതെല്ലാം വിഷയങ്ങളാണ് അതിൽ പ്രതിപാദിക്കാൻ പോകുന്നത്. അങ്ങനെ പ്രതിപാദിക്കുമ്പോൾ അതിൽ ഏതേതെല്ലാം തത്വങ്ങൾ പ്രവചനം ചെയ്യപ്പെടും എന്ന് നമുക്ക് ഊഹിക്കാവുന്നത് പോലെ ആചാര്യൻ ഒരു തത്വം പറയുമ്പോൾ അതിൻ്റെ ഉപതത്വമായിട്ട് വരുന്നതും അതിൻ്റെ ഉപരിതത്വമായിട്ട് വരുന്നതും എന്താണെന്ന് ഊഹിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അർജുനൻ ജനിക്കുന്ന സമയത്ത് ഇവൻ സർവ സദ്ഗുണസമ്പൂർണനായിരിക്കും എന്നായിരുന്നു ആ ശരീരി. അതിവിടെ ആ ശരീരി അർജുനൻ്റെ ജീവിതത്തിൽ പ്രായോഗികമായി കണ്ടു. അർജുനൻ രാത്രിയിലും ആയുധ പരിശീലനം നടത്തുന്നത് കണ്ട് ആശ്ലേഷിച്ച് മൂർധാവിൽ മുകർന്നു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി നിനക്ക് ഞാൻ ആർക്കും ഉപദേശിച്ചു കൊടുത്തിട്ടില്ലാത്ത, എൻ്റെ മകന് മാത്രം ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള, അശ്വത്ഥാമാവന് മാത്രം ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള അത്ഭുതകരമായ ഒരു ആയുധവിദ്യയുണ്ട്. ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്തതാണത്. പക്ഷേ ആ വിദ്യ നശിച്ചു പോകാതിരിക്കാൻ അത് ആരെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഒരിക്കലും അത് പ്രപഞ്ചത്തിനെതിരെയോ മനുഷ്യനെതിരെയോ സൈന്യത്തിനെതിരെയോ പ്രയോഗിക്കുകയില്ല എന്ന് നീ സത്യം ചെയ്യുന്ന പക്ഷം ഞാൻ നിനക്കത് ഇപ്പോൾ ഉപദേശിച്ചു തരുന്നതാണ്. അതിനെനിക്ക് പ്രത്യേകം ഗുരുദക്ഷിണയും വേണം. അപ്പോൾ ദ്രോണരോടുള്ള നിങ്ങളുടെ പ്രതിപത്തിക്ക് അവിടെ സ്ഥാനം വന്നു. പക്ഷേ അത് ആ സ്ഥാനത്താണെന്ന് പിന്നീട് ബോധ്യപ്പെടും. അർജുനൻ ചാടിക്കേറി അതിന് സമ്മതം കൊടുത്തില്ല. കാരണം അർജുനനും പ്രായമായിരിക്കുന്നു. അങ്ങ് ചോദിക്കുന്ന ഗുരുദക്ഷിണ തരാമെന്ന് പറയാനുള്ള, കൊടുക്കാനുള്ള വൈമനസ്യം കൊണ്ടല്ല, കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വദാന്യഭാവത്തിൻ്റെ അഭാവം കൊണ്ടല്ല, മറിച്ച് എന്താണ് ചോദിക്കുന്നത്, അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ സംശയം കൊണ്ടാണ്. അതിനുള്ള പ്രാപ്തി തനിക്കുണ്ടോ എന്ന സംശയം കൊണ്ടാണ്, അപ്രാപ്തനാണോ എന്നതുകൊണ്ടാണ് ഉടനെ ചാടിക്കരുവെന്നും പറയാഞ്ഞത്. അപ്പോൾ വീണ്ടും ചോദിച്ചു, എന്താ ഗുരുദക്ഷിണയുടെ കാര്യത്തിൽ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അപ്പോൾ അർജുനൻ വൈഷമ്യത്തോടെ പറഞ്ഞു, അങ്ങ് എന്ത് ഗുരുദക്ഷിണയാണ് ചോദിക്കാൻ പോകുന്നത് എന്നെനിക്കറിയില്ലല്ലോ. എന്ത് ഗുരുദക്ഷിണയും എനിക്കുള്ളത് അങ്ങയ്ക്ക് തരാൻ ഞാൻ സദാ സന്നദ്ധനാണ്. അങ്ങയേക്കാൾ ഉപരിയായി എനിക്കൊരാളില്ല, എനിക്കൊരാശ്രയമില്ല എന്ന് പറഞ്ഞു. നിനക്ക് തരാവുന്നത് ഞാൻ ചോദിക്കും. അതെങ്ങനെയാണെങ്കിൽ അങ്ങ് ചോദിക്കുക. അപ്പോൾ അദ്ദേഹം പുഞ്ചിരിയോട് പറഞ്ഞു, ഏതെങ്കിലും ഒരു കാലത്ത് നാം തമ്മിൽ ഒരു ദ്വന്ദ്വയുദ്ധമോ ഒരു മഹായുദ്ധമോ ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ നേരെ ആയുധമെടുക്കാൻ നീ മടിക്കരുത് എന്നുള്ളതാണ് ആ ഗുരുദക്ഷിണ. ഇപ്പോഴോ അതായിരുന്നു ഗുരുദക്ഷിണ. ഇത് മഹാനായ ഒരു സ്രഷ്ടാവിന് മാത്രമേ ഇങ്ങനെ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും സങ്കല്പിക്കാനൊക്കൂ. ഇതുകൊണ്ടാണ് ഇത് ഒരാൾ എഴുതിയതാണെന്ന് പറയാനുള്ള കാരണം. അല്ലാതെ അനേകം വ്യാസന്മാർ സദ്യ ഇരിക്കുന്നത് പോലെ ഇരുന്നുകൊണ്ട് എഴുതി കൂട്ടിയതല്ല. ഈ പിന്നെ വീട് തീർപ്പ് ശാലകളിലും മറ്റും അനേകം ആളുകൾ ഇരുന്നുകൊണ്ട് വീട് തീർത്ത് നല്ല രസമാണത് കാണാനായിട്ട്. ഞാൻ പോയി കണ്ടിട്ടുണ്ട്.
അങ്ങനെ വീട് തീർത്ത് കൂട്ടുന്നത് പോലെ അനേകം വ്യാസന്മാർ നിരനിരന്നിരുന്നിട്ട് എഴുതി ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത് പരമാബദ്ധമാണ്. കാവ്യത്തിൻ്റെ ആത്മാവ് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, കാവ്യത്തിൻ്റെ ഗ്രന്ഥികൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, ഇതിഹാസത്തിൻ്റെ വ്യാപകമായി കിടക്കുന്ന ഗ്രന്ഥി സമുച്ചയത്തെക്കുറിച്ച് യാതൊരു വിധത്തിനുമുള്ള ബോധമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു കൃതിയുടെ നാഡീസ്പന്ദം മനസ്സിലാക്കാൻ കഴിയണം. വിശേഷിച്ചും ഇതിഹാസത്തിൻ്റെ എവിടെയെല്ലാം അതിൻ്റെ ഗ്രന്ഥികളുണ്ട്, ആ ഗ്രന്ഥികളെല്ലാം എങ്ങനെ പ്രവർത്തിക്കുന്നു, ആ ഗ്രന്ഥികളെ തമ്മിൽ കൂട്ടിക്കെട്ടിയിരിക്കുന്ന നാഡീ പടലങ്ങൾക്ക് ഒരു യുക്തി കൊണ്ട് ആ നാഡീ പടലങ്ങളെ ബന്ധിപ്പിച്ചിട്ടുണ്ടോ, അങ്ങനെ നാഡീ പടലങ്ങളെ യുക്തി കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ആത്മാവുണ്ടോ ആ കൃതിക്ക് എന്ന് അന്വേഷിച്ച് നോക്കണം. ഈ ആത്മാവും ആ ആത്മാവിൽ നിന്ന് ആ കൃതിയുടെ നാഡീബന്ധങ്ങളിലേക്കും ഗ്രന്ഥികളിലേക്കും ഞരമ്പുകൾ വ്യാപിച്ച് ഒരു വികാരത്തിൻ്റെ രക്തചംക്രമണ വ്യവസ്ഥ ആ കൃതിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരൊറ്റയാളിൻ്റെ കൃതിയായിരിക്കും. അപ്പോൾ ചോദിക്കും, പല സംസ്ഥാനങ്ങളിലും മഹാഭാരതത്തിലെ പർവ്വങ്ങളിൽ ശ്ലോകങ്ങളുടെ സംഖ്യ ഒരുപോലെയല്ല. അതെഴുതുമ്പോൾ ചിലർ വിട്ടുകളയും. ചില എഴുത്തുകാർക്ക് പകർത്തി എഴുതുന്ന ആളുകൾക്ക് അവരുടെ അനവധാനത കൊണ്ട് ശ്ലോകങ്ങൾ വിട്ടുപോകാം. അല്ലാതെ പഞ്ചമവേദം എന്ന് വ്യാസൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന പഞ്ചമവേദം എന്നാണ് മഹാഭാരതത്തെ പറയുന്നത്. എന്താണ്? ഉപനിഷത് ദർശനമാണ് ചർച്ച ചെയ്യുന്നത്. ഉപനിഷത് ദർശനം കഥയായിട്ട് രൂപം മാറിയിരിക്കുന്നതാണ് മഹാഭാരതത്തിൽ. ഒരു ദർശനം കഥയായിരിക്കുകയാണ്, ഒരു ദർശനം കഥയായി അവതരിച്ചിരിക്കുകയാണ്, ദർശനത്തിൻ്റെ അവതാരമാണ്, ഉപനിഷത് ദർശനത്തിൻ്റെ അവതാരമാണ് ആ കഥ. അല്ല, അതൊരു കഥയല്ല. കഥയാണെന്ന് തോന്നത്തക്ക വിധത്തിൽ ഉപനിഷത് ദർശനത്തിൻ്റെ ദശാവതാര ഘടിതമായ ഒരു മഹാഘടനയാണ് നാം അതിൽ കാണുന്നത്. അതുകൊണ്ട് അതിന് ഒരു ഐകരൂപ്യമുണ്ട്. ഇത് പകർത്തി എഴുതുമ്പോഴും പകർത്തി എഴുത്തുകാരൻ്റെ മടി, ഇനിയിപ്പോൾ ഈ ശ്ലോകങ്ങൾക്കൊന്നും ഇതൊന്നും ആവശ്യമുള്ളതായിരിക്കില്ല എന്ന് അവർ തീരുമാനിച്ചിട്ട് അതിൽ നിന്ന് മാറ്റിവെക്കാം. അനവധാനത കൊണ്ട്, അശ്രദ്ധ കൊണ്ട് തനിയെ വിട്ടുപോകാം. പഞ്ചമവേദം എന്ന് പറഞ്ഞിരിക്കുന്ന വേദം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ തൊട്ട് കളിക്കില്ല. പ്രത്യേകിച്ചും പ്രാചീനന്മാരായ ആളുകൾ വേദത്തിൽ കയറി ഒരു തിരുത്തരുത്, ഒരു ശ്ലോകം എൻ്റേത് എഴുതി ചേർത്ത് കളയാമെന്ന് വിചാരിക്കില്ല. വേദങ്ങളെങ്ങനെ അങ്ങനെ എഴുതി ചേർത്തിട്ടില്ല. വേദങ്ങളും എഴുതി ചേർത്തിരിക്കാൻ സാധ്യത ഉണ്ടായിരിക്കാം എന്ന് വിൻ്റർനൻസും മറ്റും പറഞ്ഞിട്ടുണ്ട്, ഡോയ്സനും പറഞ്ഞിട്ടുണ്ട്. ആ പറച്ചിലുകൊണ്ടൊന്നും കാര്യമില്ല. ബൈബിളിലെ ഓൾഡ് ബൈബിളിനെ കുറിച്ച്, ഓൾഡ് ടെസ്റ്റമെൻറ്റിനെ കുറിച്ച് അങ്ങനെ വാദമുണ്ട്. പരമ്പരാഗതമായി കാലത്തിൻ്റെ പുരോഗതി അനുസരിച്ച് അതിൽ കഥകൾ ചേർത്തിരിക്കാം എന്ന് വാദമുണ്ട്. അപ്പോൾ ആ വാദത്തെ അവലംബിച്ചുകൊണ്ടാണ് പൊതുവെ പ്രാചീന കൃതികളിലൊക്കെ പിന്നീട് ജീവിത പുരോഗതി ഉണ്ടായപ്പോഴും ജ്ഞാനത്തിന് പുരോഗതി ഉണ്ടായപ്പോഴും ശാസ്ത്രീയമായ പുരോഗതി ഉണ്ടായപ്പോഴും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. വേദത്തെ കൈകഴുകി തൊടണം, നമസ്കരിച്ചിട്ട് വേദപുസ്തകം എടുത്ത് വായിക്കണം എന്ന് വിചാരിക്കുന്ന ഭാരതീയൻ, അതും വേദവ്യാസനെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ആദ്യ പിതാവ്, വേദദർശനങ്ങളുടെ എല്ലാം ആദ്യ പിതാവ് എന്ന് വിചാരിക്കുന്ന ഭാരതീയൻ, അദ്ദേഹം തന്നെ പഞ്ചമവേദം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള കൃതിയിൽ ശ്ലോകങ്ങൾ എഴുതി ചേർക്കും, തോന്നിയ പോലെ പർവ്വങ്ങൾ എഴുതി ചേർക്കും, നേരത്തെ ഇല്ലാതിരുന്ന പർവ്വങ്ങൾ തന്നെ എഴുതി ചേർത്തു എന്നൊക്കെ പറയുന്നത് എന്തു തരത്തിലുള്ള അവിവേകമാണെന്ന് നാം അത്ഭുതപ്പെടേണ്ടതാണ്.